നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാണ്, എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങളൊന്ന് പറയാ. നിങ്ങൾ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നോക്കിയിരിക്കലാണല്ലോ വീട്ടിൽ, നിങ്ങൾ കാണുന്നില്ല ഇതൊന്നും. എന്താ പറഞ്ഞത്? പറയാനാ പറഞ്ഞത്, ചോദ്യമൊന്നും ഇവിടെ വേണ്ട. ചോദ്യം എവിടാണ് വേണ്ടത്? ചോദ്യം നിങ്ങളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതിയെന്ന്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ മറുപടി കൊടുക്കാൻ പോവാണ്. ഈ വരുന്ന ഏപ്രിൽ 9-ന് കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനത കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറയാൻ പോവാണ്, എന്ത്? നിങ്ങൾ ഇനി എവിടെ ഇരുന്നാ മതി? നിങ്ങൾ എവിടെ ഇരുന്നാൽ മതി? നിങ്ങൾ ഇനി വീട്ടിലിരുന്നാൽ മതി. ഈ നാടിനെ ഭരിക്കാൻ, ഈ നാട്ടിലുള്ള ജനങ്ങളെ ഭരിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല. നിങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ ബോധമുള്ള, കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനത കേരളത്തിലുള്ള ഇടതുപക്ഷത്തോട് പറയാൻ പോവാണ്. എല്ലാവരോടുള്ള സമീപനം അങ്ങനെയാണ്. മാധ്യമ പ്രവർത്തകര് ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? കടക്ക് പുറത്ത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10 കൊല്ലത്തിന്റെ അടുക്ക് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തൊരു ധാർഷ്ട്യമാണ് ഒരു ജനതയോട്. ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കും. അവര് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നത് അവരുടെ മിടുക്കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരുന്ന ആളാണ്. എന്റെ കഴിവ് കൊണ്ടോ എന്റെ മിടുക്ക് കൊണ്ടോ അല്ല ഞാൻ അവിടെ എത്തിയത്. ഒരു ജനത എന്നിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും അധികാരത്തിലേക്ക് എത്തുന്നത്. ആ ജനത എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും, ആ ജനത എന്ത് ആശങ്ക പങ്കുവെക്കുമ്പോഴും അതിന് മറുപടി പറയാൻ ജനപ്രതിനിധികൾ ബാധ്യസ്ഥരാണ്. അവരാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ അതാണ് അല്ലെ. കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് PM ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പുവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ PM ശ്രീ എന്നറിയാം? ഒരു PM ശ്രീ നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് PM ശ്രീ എന്തായാലും എന്ത്, എന്തല്ലെങ്കിൽ എന്ത് അല്ലേ? PM ശ്രീ പദ്ധതി ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ PM ശ്രീ പദ്ധതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ലല്ലോ. നമുക്ക് സുഖമായിട്ട് നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങൾക്കത് മനസ്സിലാണെങ്കിൽ ലളിതമായിട്ട് ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തിലുള്ള ഒരു സിലബസിലുള്ള ഒരു പുസ്തകത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ, സോഷ്യൽ സയൻസിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഗാന്ധിജി എങ്ങനെയാണ് മരണപ്പെട്ടത്? ആ സിലബസിൽ അതിന് 3 ഉത്തരങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന് ഗാന്ധി ഓട്ടോ ഇടിച്ച് മരണപ്പെട്ടു, ഒന്ന് ഗാന്ധിയുടെ മരണം സാധാരണ മരണമാണ്, ഒന്ന് ഗാന്ധി ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്ന്. അതിൽ സിലബസ് ശരി പറയുന്ന കുട്ടികൾ എഴുതിയാൽ മാർക്ക് കൊടുക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ മരണം സാധാരണ മരണമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഞാനും എന്തായിരുന്നു പഠിച്ചത്? വെടിവെച്ചു കൊന്നു. ആര് വെടിവെച്ചു കൊന്നു? നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. നിങ്ങൾ കണ്ടിരുന്നോ ഗാന്ധിജിനെ ഗോഡ്സെ വെടിവെച്ചു കൊല്ലുന്നത്? കണ്ടിരുന്നോ? ആരും കണ്ടില്ലല്ലോ. ഇല്ല. നിങ്ങൾ എവിടുന്നത് കേട്ടത്? എവിടുന്നാ കേട്ടത്? നമ്മളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി, ഉമ്മയും ഉപ്പയും സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തില്ലേ? അവിടുന്ന് അധ്യാപകൻ സോഷ്യൽ സയൻസിന്റെ പുസ്തകം തുറന്നു വെച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ഗാന്ധി ഉണ്ടായിരുന്നു. ഗാന്ധി ആരായിരുന്നു? ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനിഷേധ്യമായിട്ടുള്ള പങ്ക് വഹിച്ച മഹാരഥനായിരുന്നു ഗാന്ധി എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു അല്ലെ? അംബേദ്കറെ കുറിച്ച് പഠിപ്പിച്ചു തന്നു, നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു, പരക്ഷതം സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെയും നമ്മൾ പഠിച്ചത് നമ്മളുടെ പുസ്തകങ്ങളിൽ നിന്നാണ്. ഗാന്ധിയായിരുന്നു നമുക്ക് ആരാധ്യനായിട്ടുള്ള മനുഷ്യൻ. ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസുകൾ മാറ്റം വരുത്തി ഗാന്ധിയെയും നെഹ്റുവിനെയും ആസാദിനെയും ഒക്കെ മായ്ച്ചു കളഞ്ഞിട്ട് RSSന്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രങ്ങളെ എന്റെയും നിങ്ങളുടെയും കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ പദ്ധതിയിലാണ് ആര് പോയിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്? കേരളം ആര് ഭരിക്കുന്ന സമയത്താണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? കേരളം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണ് കേരളത്തിന്റെ പ്രബുദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് RSSന്റെ ആശയങ്ങൾക്ക് കടന്നു വരാനുള്ള വാതിൽ തുറന്നു കൊടുത്ത ആളെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചത് ചരിത്രത്തെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു ചരിത്രത്തെ നിർമ്മിക്കാൻ അവർ ശ്രമിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിരുന്നോ? ഇല്ല. പുസ്തകങ്ങളിൽ നിന്നാണ് ഞാനും നിങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെയും മാറ്റിയിട്ട് എന്റെയും നിങ്ങളുടെയും കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ തലച്ചോറുകളിലേക്ക് കുത്തിവെക്കപ്പെടാൻ പോകുന്നത് RSSന്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രമാണ്.
ഇതിന് മൗനമായിട്ട് സമ്മതം കൊടുത്ത് നമുക്ക് ഓർമ്മയുണ്ട്, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് പോലും കേരളത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയുടെ ആളുകൾ കേരളത്തിന്റെ തെരുവുകളിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്, എന്ത് PM ശ്രീ പദ്ധതി നമുക്ക് വേണ്ട. സ്വന്തം മുന്നണിയിലുള്ള CPIയോട് പോലും ആലോചിക്കാൻ നേരമില്ലാതെയാണ് അവർ പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓർമ്മ വേണം, ഈ April 9 വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മയിൽ ഇതൊക്കെയും വേണം. നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ ഞാനിങ്ങനെ എന്റെ നാട്ടിൽ നിന്ന് ഇന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് വരാൻ, ഞാനിങ്ങനെ വരുന്ന സമയത്ത് നോക്കിയായിരുന്നു എത്ര വലിയ കട്ടൗട്ടുകളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ വെച്ചത്. പിണറായിനേക്കാളും വലിയ വലിപ്പുണ്ടല്ലേ ഓരോ കട്ടൗട്ടുകൾക്ക്. എല്ലായ്പ്പോഴും ചിരിക്കുന്ന മുഖവുമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, റസാഖ് മാഷോട് കുട്ടികൾ ചോദ്യം ചോദിച്ചു അല്ലെ, ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മളൊക്കെ ആ വീഡിയോ കണ്ടു, എന്താ മാഷ് നിങ്ങൾ ചിരിക്കാത്തത് എന്ന്. മാഷ് അതിന് പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞാൻ കണ്ട ജീവിതങ്ങളൊക്കെയും ചിരിക്കുന്നതായിരുന്നില്ല, എന്റെ ചുറ്റിലും ഞാൻ കണ്ട അനുഭവങ്ങളൊന്നും എന്നെ ചിരിപ്പിക്കുന്നതായിരുന്നില്ല എന്ന് പറഞ്ഞ ഉത്തരത്തിലുണ്ട്. കഴിഞ്ഞ കാലത്ത് റസാഖ് മാഷയുടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു റസാഖ് മാഷ് ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കും. മാഷ് അതൊന്നും വോട്ടിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. മാഷ് അതൊക്കെയും ആത്മാർത്ഥമായിട്ട്, അതല്ലെങ്കിൽ 24x ഉറങ്ങുന്ന സമയത്തല്ലാത്ത മറ്റെല്ലാ സമയത്തും പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റസാഖ് മാഷ്ക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരില് നിങ്ങൾക്ക് എവിടെയും തല കുനിക്കേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏത് സമയത്തും നിങ്ങളുടെ വിളിപ്പുറത്ത് ആ മനുഷ്യൻ ഉണ്ടാകും എന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും ഞങ്ങൾക്ക് നഷ്ടവും നിങ്ങൾക്ക് കിട്ടാനും പോവുകയാണ് അല്ലെ. ഏതായാലും റസാഖ് മാഷ് കേരളത്തിന്റെ നിയമസഭയിലേക്ക്, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് റസാഖ് മാഷ് പോകുന്നത് എങ്ങനെയായിരിക്കണം? വെറുതെ ജയിച്ചാ മതിയോ? ഇല്ല. എങ്ങനെ പോകണം? ഏറ്റവും മികച്ച ഈ 15 കൊല്ലത്തെ എല്ലാ കലാവുങ്ങൾ എങ്ങനെ വീട്ടണം? റസാഖ് മാഷിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ കഴിഞ്ഞ MLAക്കുള്ള മറുപടി കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലായിരിക്കണം റസാഖ് മാഷ് നിയമസഭയിലേക്ക് പോകുന്നത്. ഇനി നമ്മളെ മുന്നിൽ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ എന്ന് തന്നെ നമുക്ക് പറയാം, അത്രയും ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത്.